ദൃശ്യത്തിൽ മോഹൻലാലിൻ്റെ മകളായി അഭിനയിച്ചതിലൂടെയാണ് അൻസിബ ഹസൻ സിനിമയുടെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. ദൃശ്യം ആദ്യ പാർട്ടും രണ്ടാം പാർട്ടും മൂന്നാം പാർട്ടും വലിയ വിജയമായിരുന്നു. അൻസിബയ്ക്ക് മലയാളികളായ പ്രേക്ഷകരുടെ കയ്യടി ലഭിച്ചു. ഇപ്പോൾ അതേ അൻസിബ തന്നെ തൻ്റെ തലതൊട്ടപ്പനായ മോഹൻലാലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അൻസിബയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. ആദ്യം തന്നെ മേത്തച്ചിയാക്കി, പിന്നെ തന്നെ ജിഹാദിയാക്കി, തന്നെ ഒറ്റപ്പെടുത്തി. മഹാനടനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും സഹപ്രവർത്തകരും മഹാനടനും കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരും ചാരുകസേരയിലിരുന്ന് തന്നെ തേജോവധം ചെയ്തു. 4 സഹോദരങ്ങളുള്ള ഒരു കുടുംബമാണ് തനിക്കെന്ന പരിഗണന പോലും അക്രമികൾ കാണിച്ചില്ല. ഇതാണ് നടി വികാരഭരിതയായി പങ്കുവച്ച കുറിപ്പ്. തനിക്കെതിരെ നടക്കുന്ന കരുതിക്കൂട്ടിയുള്ള വ്യക്തിഹത്യകൾക്കും നിരന്തരം വേട്ടയാടലുകൾക്കും കടുത്ത സൈബർ അധിക്ഷേപങ്ങൾക്കും എതിരെ നടി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ലക്ഷ്മിപ്രിയ, ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ, കാൻ ചാനൽ മീഡിയ ഉടമ സുകുമാർ എന്നിവർക്കെതിരെയാണ് അൻസിബ പോലീസിൽ പരാതി നൽകിയത്. കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് അൻസിബയുടെ പ്രധാനപ്പെട്ട ആരോപണം. കാൻ ചാനൽ മോഹൻലാലിൻ്റെ ചാനലാണ്, മോഹൻലാൽ നടത്തുന്ന ചാനൽ. ആ ചാനലിൽ പ്രശസ്തരായ നടീനടന്മാരുടെ അഭിമുഖങ്ങൾ വരുന്നുണ്ട്. ആ ചാനൽ ഉപയോഗിച്ച് മോഹൻലാൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് അൻസിബയുടെ ആരോപണം. ദൃശ്യത്തിൽ ജോർജ് കുട്ടിയുടെ മകളായി വന്ന അൻസിബ ഇപ്പോൾ നായകനായ തൻ്റെ പിതാവായി അഭിനയിച്ച ജോർജ് കുട്ടിയെ തന്നെ മുൾമുനയിൽ, അല്ലെങ്കിൽ പിതാവായി അഭിനയിച്ച മോഹൻലാലിനെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. അമ്മയുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ ആഘോഷമാക്കുകയാണ്. ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അടങ്ങുന്ന ലോബി തന്നെ നിരന്തരം വേട്ടയാടുന്നു എന്നാണ് ഫേസ്ബുക്കിൽ അൻസിബ ഹസൻ കുറിച്ചിരിക്കുന്നത്. തനിക്ക് ഒരു കുടുംബമുണ്ട്, 4 സഹോദരങ്ങളുണ്ട്. അതുപോലും ആലോചിക്കാതെയാണ് തന്നെ വ്യക്തിഹത്യ നടത്തുന്നത്. തൻ്റെ രണ്ടാനച്ഛനെ വരെ ഈ പ്രശ്നത്തിൽ പിടിച്ചിട്ടു. ഇതൊക്കെയാണ് അൻസിബയുടെ പരാതിയിൽ ഉള്ളത്. അൻസിബ പാലാരിവട്ടം സ്റ്റേഷനിൽ നൽകിയ പരാതി പോലീസ് സ്വീകരിക്കുകയും ഇതിലെ പ്രതികളെ മൊഴിയെടുക്കാനായി വിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. അമ്മ അട്ടപടലം പെട്ടിരിക്കുകയാണ്. MLA രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ ടിനി ടോമും അൻസിബയും തമ്മിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്താൻ ഒരു ശ്രമം നടന്നിരുന്നു. എന്നാൽ അൻസിബ മാപ്പ് എഴുതി നൽകണം എന്നായിരുന്നു ടിനി ടോമിൻ്റെ ആവശ്യം. അതിന് അൻസിബ തയ്യാറായില്ല. ഇതോടെ ഒത്തുതീർപ്പ് ചർച്ചകൾ പൊളിഞ്ഞു. ഇപ്പോൾ അൻസിബ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് അമ്മയുടെ നെറികെട്ട പ്രവർത്തനങ്ങൾക്ക് എതിരെ. ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലുള്ള തർക്കം, അൻസിബയും ടിനി ടോമും തമ്മിലുള്ള തർക്കം, ഇതൊക്കെയാണ് നീനാക്കുറുപ്പും ടിനി ടോമും തമ്മിലുള്ള തർക്കം, നീനാക്കുറുപ്പും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള തർക്കം, ഇതൊക്കെയാണ് അമ്മയുടെ മുഖം മൂടി വലിച്ചെറിഞ്ഞത്. അമ്മയ്ക്കകത്ത് നടക്കുന്നത് കൊടും പീഡനങ്ങളാണെന്ന് അൻസിബ തുറന്നു പറഞ്ഞു. ലക്ഷ്മിപ്രിയയും ടിനി ടോമും തന്നെ ജിഹാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അൻസിബ തുറന്നടിച്ചു. അൻസിബയ്ക്ക് പിന്നാലെ നീനാക്കുറുപ്പും ടിനി ടോമിനെതിരെ രംഗത്തെത്തി. ലക്ഷ്മിപ്രിയയ്ക്കെതിരെയും നീനാക്കുറുപ്പ് ആഞ്ഞടിച്ചു. ഇപ്പോൾ മോഹൻലാലിനെ തന്നെ ആക്രമിച്ചിരിക്കുകയാണ് അൻസിബ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള മഹാനടനാണ് മോഹൻലാൽ. മഹാനടനും സഹപ്രവർത്തകരും ഒക്കെ തന്നെ മേത്തച്ചിയെന്നും ജിഹാദി എന്നും വിളിച്ച് ആക്ഷേപിച്ചു എന്നാണ് അൻസിബ പറയുന്നത്.